ഫിലിം മാർക്കറ്റിംഗ്, റിലീസിന് മുമ്പുള്ള ആഖ്യാനം തയ്യാറാക്കൽ. ഇന്നത്തെ മത്സരാധിഷ്ഠിത വിനോദരംഗത്ത് ഫലപ്രദമായ ഫിലിം മാർക്കറ്റിംഗ് ഒരു സിനിമയുടെ വിജയത്തിന്റെ ഒരു മൂലക്കല്ലായി മാറിയിരിക്കുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വൈവിധ്യമാർന്ന കാഴ്ച ഓപ്ഷനുകളുടെയും ആവിർഭാവത്തോടെ സിനിമകൾ വിപണനം ചെയ്യുന്ന രീതി ഗണ്യമായി വികസിച്ചു. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനും ബോക്സ് ഓഫീസ് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും ചലച്ചിത്ര നിർമ്മാതാക്കളും സ്റ്റുഡിയോകളും നൂതന തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഫിലിം മാർക്കറ്റിംഗിൽ അവബോധം സൃഷ്ടിക്കുക, താൽപര്യം ജനിപ്പിക്കുക, ഒരു സിനിമയുമായി ഇടപഴകാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്നു. സിനിമയുടെ ഐഡന്റിറ്റി, ലക്ഷ്യ ജനസംഖ്യാശാസ്ത്രം, വിതരണ ചാനലുകൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന നന്നായി തയ്യാറാക്കിയ ഒരു തന്ത്രം ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സിനിമയുടെ റിലീസിന് വളരെ മുമ്പുതന്നെ മാർക്കറ്റിംഗ് പ്രക്രിയ ആരംഭിക്കുന്നു. പ്രേക്ഷകരുടെ മുൻഗണനകളും ട്രെൻഡുകളും തിരിച്ചറിയാൻ സ്റ്റുഡിയോകൾ വിപുലമായ മാർക്കറ്റ് ഗവേഷണം നടത്തുന്നു. ലക്ഷ്യ പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. അവർ ആരാണെന്നും അവർ ഏതൊക്കെ വിഭാഗങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്നും അവരുടെ കാഴ്ച തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്താണെന്നും അറിയുന്നത് സാധ്യതയുള്ള പ്രേക്ഷകരുമായി പ്രതിധ്വനിക്കാൻ മാർക്കറ്റിംഗ് ശ്രമങ്ങൾ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഫിലിം മാർക്കറ്റിംഗിലെ ഏറ്റവും ഫലപ്രദമായ ഉപകരണങ്ങളിലൊന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഉപയോഗമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രേക്ഷകർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ടീസറുകൾ, ട്രെയിലറുകൾ, പിന്നണിയിലെ ഉള്ളടക്കം എന്നിവ ഉപയോഗിച്ചുള്ള വൈറൽ മാർക്കറ്റിംഗ് കാമ്പയിനുകൾ ഒരു സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷയും ആവേശവും വളർത്തിയെടുക്കും. ഉദാഹരണത്തിന്, പ്രധാന പ്ലോട്ട് പോയിന്റുകളോ ആവേശകരമായ ദൃശ്യങ്ങളോ എടുത്തുകാണിക്കുന്ന ദൃശ്യപരമായി ആകർഷകമായ ട്രെയിലറുകളുടെ ഉപയോഗം പ്രേക്ഷകരെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് ഊഷ്മളത കൈവരിക്കാൻ പ്രേരിപ്പിക്കും. കൂടാതെ, പ്രേക്ഷക പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംവേദനാത്മക കാമ്പയിനുകൾ, സിനിമയുമായി ബന്ധപ്പെട്ട ടിക്ടോക്കിലെ വെല്ലുവിളികൾ പോലുള്ളവ ഇടപെടലും തിരക്കും വർദ്ധിപ്പിക്കും. ടെലിവിഷൻ, പ്രിന്റ്, ബിൽബോർഡുകൾ എന്നിവയിലൂടെ പരസ്യം ചെയ്യുന്നത് പോലുള്ള പരമ്പരാഗത മാർക്കറ്റിംഗ് രീതികൾ ഇപ്പോഴും പ്രസക്തമാണ്, പക്ഷേ ശക്തമായ ഡിജിറ്റൽ സാന്നിധ്യമില്ലാതെ അവ ഫലപ്രദമല്ലായിരിക്കാം. പരമ്പരാഗത, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ സംയോജനം, പലപ്പോഴും ക്രോസ് പ്ലാറ്റ്ഫോം മാർക്കറ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്നു, കൂടുതൽ പ്രേക്ഷകരെ എത്തിച്ചേരാൻ കഴിയുന്ന കൂടുതൽ സമഗ്രമായ ഒരു സമീപനം സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സിനിമയെക്കുറിച്ചുള്ള അവരുടെ ആവേശവും ഉൾക്കാഴ്ചകളും പങ്കിടാൻ കഴിയുന്ന സ്വാധീനം ചെലുത്തുന്നവരുമായോ ബ്ലോഗർമാരുമായോ സഹകരിക്കുന്നത് കാഴ്ചക്കാരിൽ പ്രതിധ്വനിക്കുന്ന ഒരു പരിധിവരെ ആധികാരികതയും വിശ്വാസവും നൽകാൻ കഴിയും. പ്രീമിയറുകൾ, പ്രസ് ജങ്കറ്റുകൾ, ഉത്സവങ്ങൾ തുടങ്ങിയ പ്രമോഷണൽ ഇവന്റുകളുടെ ഉപയോഗമാണ് ഫിലിം മാർക്കറ്റിംഗിന്റെ മറ്റൊരു പ്രധാന വശം. ഈ പരിപാടികൾ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുക മാത്രമല്ല, അഭിനേതാക്കൾക്ക് പ്രേക്ഷകരുമായി നേരിട്ട് ഇടപഴകാനുള്ള അവസരങ്ങളും നൽകുന്നു. വിജയകരമായ ഒരു സിനിമയുടെ പ്രീമിയർ താൽപര്യത്തിന്റെ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിയും, കാരണം മാധ്യമങ്ങൾ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണങ്ങളെ നയിക്കുന്നു. ഇത് പലപ്പോഴും റിലീസിന് ശേഷമുള്ള സ്വീകരണത്തിന് വേദിയൊരുക്കുന്നു. കൂടാതെ, സമയത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണാൻ കഴിയില്ല. മത്സരം, സീസണൽ ട്രെൻഡുകൾ, സാധ്യതയുള്ള പ്രേക്ഷക ലഭ്യത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തന്ത്രപരമായ റിലീസ് തീയതികൾ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, സ്കൂൾ അവധിക്കാലത്ത് കുടുംബാധിഷ്ഠിത സിനിമകൾ റിലീസ് ചെയ്യുകയോ വേനൽക്കാലത്ത് ബ്ലോക്ക്ബസ്റ്ററുകൾ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നത് ബോക്സ് ഓഫീസ് പ്രകടനത്തെ സാരമായി ബാധിക്കും. ഉപസംഹാരമായി, സർഗ്ഗാത്മകത, തന്ത്രം, വിശകലനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ബഹുമുഖ മേഖലയാണ് ഫിലിം മാർക്കറ്റിംഗ്. ചലച്ചിത്ര ഉപഭോഗത്തിന്റെ ഭൂപ്രകൃതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുക മാത്രമല്ല, ശാശ്വതമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും സ്റ്റുഡിയോകൾക്കും നൂതനമായ മാർക്കറ്റിംഗ് സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിജയത്തിനും പരാജയത്തിനും ഇടയിലുള്ള വ്യത്യാസം ഫലപ്രദമായ മാർക്കറ്റിംഗിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യവസായത്തിൽ, ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് തയ്യാറാക്കിയ ആഖ്യാനം സ്ക്രീനിൽ പറയുന്ന കഥ പോലെ നിർണായകമാണ്. പ്രേക്ഷകരെ വിജയകരമായി ഇടപഴകുന്നതിലൂടെയും ഗൂഢാലോചന സൃഷ്ടിക്കുന്നതിലൂടെയും മത്സര വിനോദ വിപണിയിൽ അവരുടെ സിനിമയുടെ യാത്രയ്ക്ക് അടിത്തറയിടാൻ ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് കഴിയും.